വമാ യുക്മിനു അക്സറുഹും ബില്ലാഹ് ഇല്ലാ വഹും മുശ്രികൂൻ. ബഹുഭൂരിപക്ഷം മനുഷ്യരും അല്ലാഹുവിൽ വിശ്വസിക്കുന്നുണ്ട്, പക്ഷേ അല്ലാഹുവിൽ ഒരു പങ്കു ചേർക്കുന്നുണ്ട്. അല്ലാഹു പറയാൻ അബൂജഹൽ അല്ലാഹുവിൽ വിശ്വസിച്ചിട്ടുണ്ട്, അതുകൊണ്ട് അബൂജഹൽ മുശ്രിക്കായത്. മുശ്രിക്കായി ഇതെന്റെ ശരീക്കാണെന്ന് പറയും. നമ്മൾ ഗൾഫ് രാജ്യത്തൊക്കെ പറയും ഇതിന്റെ ശരീക്കാണ്. അപ്പൊ ഞാനുണ്ടാവണം, എന്റെ ശരീക്ക് ഉണ്ടാവണം. ഞാനില്ലാന്ന് വിശ്വസിച്ചാലോ നിരീശ്വരവാദിയാകും. മുശ്രിക്കാകണോ? അബൂജഹൽ മുശ്രിക്കാണോ? എങ്കിൽ അല്ലാഹു വിശ്വസിച്ചിട്ടുണ്ട്. അതാണ് പോയിന്റ്. അബ്ദുള്ള എന്നുള്ള പേര് നബിട്ടതാ. അബ്ദുള്ള എന്ന് പറഞ്ഞാൽ അള്ളാന്റെ അടിമ. ഖദീജ ബീവി പറയാണ് അള്ളങ്ങളെ കുഴക്കൂല. ഇറാഖ് ഗുഹയിൽ പോയി വന്നപ്പോ ആ അള്ളാഹിനെ പറ്റി നബി പഠിപ്പിച്ചിട്ടുണ്ടോ? ഖദീജ ബീവിനെ ഏത് മദ്രസയിലാ ഖദീജ ബീവി പഠിച്ചത്? അള്ളങ്ങളെ കൈവിടൂല. ആ അള്ളാരാ? അലാലില്ലാഹി ദീനുൽ ഖാലിസ്, അല്ലാഹുവിന് മാത്രം അവകാശപ്പെട്ടതാകുന്നു നിഷ്കളങ്കമായ കീഴ്വണക്കം. എന്താണ്? വല്ലദീന ഇത്തഖദു, അർത്ഥം വെക്ക്, ഒരു കൂട്ടർ ഇത്തഖദു, അവർ ഉണ്ടാക്കി, അവർ സ്വീകരിച്ചു. എന്ത്? അല്ലാഹുവിന് പുറമെ ഔലിയാക്കളെ. ഔലിയാക്കളെ. എന്നിട്ട് അവരെന്ത് പറഞ്ഞു? ഈ ഔലിയാക്കളെ ഞങ്ങൾ ഇബാദത്ത് ചെയ്യുന്നില്ല, ഞങ്ങൾ അവരെ ഇബാദത്ത് ചെയ്യുന്നുണ്ടെങ്കിൽ അതെന്തിനാണ്? കേട്ടോളൂ. ഇല്ലാ ലിയുഖർരിബൂനാ ഇലല്ലാഹ്, അല്ലാഹുവിലേക്ക് അവർ ഏതൊരു കാര്യം നോക്കൂ, അല്ലാഹുവിലേക്ക് ഞങ്ങൾ കൂടുതൽ അടുപ്പമുണ്ടാക്കാനാണ്. അല്ലാഹുവിലേക്ക് ഈ ആളുകൾ, ഈ ഔലിയാക്കൾ ഞങ്ങൾ അടുപ്പിക്കുന്നു. ഇമാം മുസ്ലിം ഇബ്നു അബ്ബാസിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുകയാണ്. അബൂജഹലുമാരുടെ, ഉത്ബത്തുമാരുടെ, ശൈബത്തുമാരുടെ തൽബിയത്തിനെ കുറിച്ചാണ് പറയുന്നത്. ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക്, അല്ലാഹുവേ നിന്റെ വിളിക്കുത്തരം നൽകി ഞങ്ങൾ ഇതാ വന്നിരിക്കുന്നു, നിനക്ക് പങ്കുകാരില്ലല്ലാ. എന്നിട്ട് പറയാൻ ഇല്ലാ ശരീകൻ, ഒരു പങ്കുകാരൊഴികെ. എന്താ അവരുടെ പ്രത്യേകത? ഇല്ലാ ശരീകൻ ഹുവ ലക, ഹുവ ലക. ആരാണ് ഈ ലക? അല്ലാഹ്. അല്ലാഹുവേ അവർ നിനക്കുള്ളവരാണ്, അവർ ഉടമപ്പെടുത്തിയത് മുഴുവനും നീ കൊടുത്തതാണ്, നീ കൊടുക്കാത്തതായി അവരുടെ കൈകളിൽ ഒന്നുമില്ല. സൂറത്ത് സ്വാദ് 38-ാം അധ്യായം 5-ാമത്തെ വചനം. അജഅലൽ ആലിയത ഇലാഹം വാഹിദ ഇന്ന ഹാദാ ലശൈഉൻ ഉജാബ്. ഞങ്ങൾ ഒരുപാട് ഔലിയാക്കളെ വിളിച്ച് ദുആ ചെയ്യാറുണ്ട്. അബൂജഹൽ പറയാൻ ഒരുപാട് ഔലിയാക്കളെ, മഹാന്മാരെ, വലിയ അല്ലാഹ്ക്ക് ഇഷ്ടമുള്ളവരെ, അവരെ ഞങ്ങൾ വിളിച്ച് ദുആ ചെയ്യാറുണ്ട്. ആ ദുആ ചെയ്യുന്നതൊക്കെ നിർത്തി വെച്ചിട്ട് അള്ളാഹിനോട് മാത്രം ദുആ ചെയ്യണം എന്നാണോ പറയുന്നത്?